നമസ്കാരം, ഞാൻ ഡോക്ടർ റിന്ദ മേരി ജോബ്സൺ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ക്രോണിക് സ്കിൻ കണ്ടീഷനെ പറ്റിയിട്ടാണ്. അതായത് താരൻ വളരെയധികം കൂടിയിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതിനാണ് പറയുന്നത് സെബറോയിഡ് ഡെർമറ്റൈറ്റിസ്. ഇത് മെയിനായിട്ട് സ്കാൽപ്പിലാണ് കണ്ടുവരുന്നത്. സ്കാൽപ്പിൽ ഇത് എഫക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ പൊറ്റയായിട്ട് അടർന്നു വരാനൊക്കെ ആയിട്ട് തുടങ്ങും. ഇത് കാരണം കൊണ്ട് തന്നെ അലോപേഷ്യ, അതായത് മുടി കൊഴിച്ചിലും സംഭവിക്കും. ഈ പൊറ്റ മെയിനായിട്ട് വെള്ള കളറിൽ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിലാണ് കണ്ടുവരുന്നത് കേട്ടോ. സ്കാൽപ്പിൽ മാത്രമല്ല, നമ്മുടെ ഐബ്രോസിലാണെങ്കിലും മീശ, താടി, ഈ മൂക്കിന്റെ രണ്ട് ഭാഗത്ത്, സൈഡ് ഭാഗത്ത്, അതുപോലെ തന്നെ ചെസ്റ്റ് ഏരിയ, അപ്പർ ബാക്ക്, ഫേസ്, ഇവിടെയൊക്കെ കണ്ടുവരുന്നുണ്ട്. കാരണം ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഉള്ളത്, ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് വരാനായിട്ടുള്ള കാരണങ്ങൾ. ഒന്നെന്ന് പറയുന്നത് മെലേസീസിയ ഫംഗസ്. മെലേസീസിയ ഫംഗസ് കൂടുതലായിട്ടും പെരുകുന്നത് ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഫംഗസ് ഒരു ഫുഡായിട്ട് കണ്ട് അവിടെ പെരുകാനായിട്ട് തുടങ്ങും. അത് കാരണം സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് വരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്, അതായത് എക്സ്ട്രീം ഡ്രൈ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള ക്ലൈമറ്റ്, അതുപോലെ തന്നെ ഒരുപാട് തണുത്ത ക്ലൈമറ്റിലും ഈ സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് പെട്ടെന്ന് കൂടാനായിട്ടുള്ള ചാൻസുകളുണ്ട്. കാരണം ഈ ചൂട് ക്ലൈമറ്റിൽ ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടുകയും അത് കാരണം മെലേസീസിയ ഫംഗസ് ഒരുപാട് വളരാനായിട്ടുള്ള റീസൺ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൾഡ് ക്ലൈമറ്റ് ആകുമ്പോൾ നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവുകയും ഇത് കാരണം ഫ്ലേക്സ് ഇങ്ങനെ അടർന്നു വരാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇമ്മ്യൂണിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഇതിൽ പെടുന്നതാണ് ഈ HIV, എയ്ഡ്സ് രോഗങ്ങളൊക്കെ. പിന്നെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇതൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ്. പിന്നെ നമ്മൾ മെന്റലി ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ ഇത് പെട്ടെന്ന് കൂടാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെബറോയിഡ് ഡെർമറ്റൈറ്റിസിന്റെ സിംറ്റംസ് ആണ്. ഒന്ന് എഫക്റ്റ് ചെയ്ത ഭാഗത്ത് ഒരു റെഡ്നെസ്, അതുപോലെ തന്നെ ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ. അതിനുശേഷം ഇത് ഡാൻഡ്രഫ് പോലൊക്കെ തന്നെ ഇങ്ങനെ പൊടിയായിട്ട് വരാനായിട്ട് തുടങ്ങും. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലേക്സ്, പൊറ്റയാകാനായിട്ട് തുടങ്ങും. ഇനി പൊറ്റയിൽ നിന്നും കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള വേർഷനാണ് ക്രസ്റ്റ് ഫോർമേഷൻ. ഈ ക്രസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ പൊറ്റ കുറച്ചും കൂടി അധികം തിക്ക് ഉണ്ടാവില്ല, നൈസായിരിക്കും, ഫ്ലേക്സ് പോലെ ഭയങ്കര നൈസായിരിക്കും. ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തിക്കാകാനായിട്ട് തുടങ്ങും. ഈ ക്രസ്റ്റ് ഫോർമേഷൻ ഒക്കെ ആവുമ്പോഴാണ് ഒരുപാട് മുടി കൊഴിച്ചിലോട്ടൊക്കെ അത് മാറുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. പിന്നെ ഈ ഒരു പൊറ്റയാണെങ്കിലും ചിലപ്പോൾ ഒരു ഗ്രീസി ആയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഇത് വരിക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ പ്രൊഡക്ഷൻ ധാരാളം ഉള്ള കാരണമാണ് ഈ ഒരു ഡിസോർഡർ വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ വൈറ്റ് ഗ്രീസി ഫോർമേഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഈ ചൊറിഞ്ഞ് പൊട്ടുന്ന സമയത്ത് അതിനൊരു വെള്ളം പോലെ ലിക്വിഡൊക്കെ ആയിട്ട് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഈ സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് ഒരു സോറിയാസിസിനായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഒരു അലർജിക് റിയാക്ഷൻ ആയിട്ട് വരുന്നതും അല്ല, അതുപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയും ഇല്ല. ഇതൊരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ അല്ല, പക്ഷെ ഇതൊരു ക്രോണിക് സ്കിൻ ഡിസോർഡർ ആണ്. ഇത് പെട്ടെന്ന് ഇത് പോകൂല, അതുപോലെ തന്നെ പെട്ടെന്നല്ല ഇത് വരിക, ഗ്രാജുവലി ആയിട്ട് ഇത് വന്ന് പയ്യെ തന്നെയാണ് ഇത് പോകുള്ളൂ. ഇനി ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. മുടി കൊഴിച്ചിൽ ഉണ്ടെങ്കിലും ഒട്ടും തന്നെ പേടിക്കാനായിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മുടി കൊഴിച്ചിൽ ശരിക്കും ടെമ്പററി ആണ്. ആ പോയ മുടികളൊക്കെ ഇത് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുടികളൊക്കെ തിരിച്ചു വരും. വെറും ഇത് ടെമ്പററി ആയിട്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നുള്ളൂ. ഇനി ഇത് ഇൻഫാൻസിലും കണ്ടുവരുന്നുണ്ട്. അതിന് പറയുന്നതാണ് ക്രാഡിൽ ക്യാപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് വരാനായിട്ടുള്ള ഒരു ഫാക്ടറാണ് ചില മരുന്നുകൾ, ലിഥിയം പോലത്തെ ആണെങ്കിലും സൊറാനിൻ പോലത്തെ മെഡിസിൻസ് ഈ സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് വരാനായിട്ടുള്ള ഒരു കാരണമാണ്. ഇത് കൂടുതലായിട്ടും പുരുഷന്മാരെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികളിൽ ഇത് എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ മിഡിൽ ഏജിലും എഫക്റ്റ് ചെയ്യും. പിന്നെ ഈ പ്രായപൂർത്തിയാകുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു സമയത്തും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് വരുന്ന റീജിയൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാൽപ്പ്, മൂക്കിന്റെ രണ്ട് ഭാഗത്ത്, മീശ, താടി, ഫേസ്, ചെസ്റ്റ്, അപ്പർ ബാക്ക്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ കൈമുട്ടാണെങ്കിലും കാൽമുട്ടാണെങ്കിലും ഇത് കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ ഈ സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഒന്നെന്ന് പറയുന്നത് ഹൈജീൻ തന്നെയാണ്. ഫസ്റ്റ് ഹൈജീൻ പ്രോപ്പർ ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ ചൊറിച്ചിൽ ഒരുപാടുണ്ട്. മാക്സിമം ആ ഒരു ചൊറിച്ചിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ചൊറിയുമ്പോൾ അവിടെ പൊട്ടാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഈ പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീണ്ടും അവിടെ ചൊറിയുമ്പോൾ അതൊരു സ്കിന്നിന് ഒട്ടും തന്നെ നല്ലതല്ല. അതുകൊണ്ട് മാക്സിമം ആ ഒരു ഇച്ചിങ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറ്ററി മാനേജ്മെന്റ് ആണ്. ഈ ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കുറവാണെങ്കിലും സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് വരാം. അതുപോലെ തന്നെ മൾട്ടി വിറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കും
ഈ ഒരു അസുഖം വരാം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. പിന്നെ ഈ ഇലവർഗ്ഗങ്ങളാണെങ്കിലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളാണ്. പിന്നെ മാക്സിമം വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കുക. വിറ്റമിൻ സി നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് സിട്രസ് ഫ്രൂട്ടുകൾ, അതായത് ലെമൺ, ഓറഞ്ച്, ഇതിലൊക്കെ നന്നായിട്ട് സിട്രസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ വിറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങൾ ധാരാളം എടുക്കുക. പിന്നെ നമുക്ക് ഹെയറിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേസ്റ്റുകളുണ്ട്. അതായത് ഈ ഭൃംഗരാജ, ബ്രഹ്മി, നെല്ലിക്ക, ഇതിൻ്റെയൊക്കെ പേസ്റ്റ് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത് പറഞ്ഞു. ഇതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. മെയിനായിട്ട് ഒരുപാട് ഉപ്പുള്ളതാണെങ്കിലും പുളിയുള്ളതാണെങ്കിലും ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ അവോയ്ഡ് ചെയ്യണം. ഈ ഒരുപാട് ഓയിലുള്ള ഫുഡുകളൊക്കെ ഇത് അത്ര നല്ലതല്ല. അപ്പം അങ്ങനത്തെ ഫുഡുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സൂര്യപ്രകാശം ഒരുപാട് കൊള്ളുന്നത് ഇതിനത്ര ഹെൽപ്പ് ചെയ്യില്ല. അപ്പം മാക്സിമം സൺലൈറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത്ര അധികം ഇഷ്യൂസ് ഇല്ലാത്തൊരു കാര്യമാണ് തേങ്ങാപ്പാലിൽ തലേദിവസം സോക്ക് ചെയ്തിരിക്കുന്ന ഉലുവ അരച്ച് ചേർക്കുന്നത്. ഇത് നമുക്കൊരു പേസ്റ്റ് പോലെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാം. അതുപോലെ തന്നെ ബ്രഹ്മയാണെങ്കിലും ഭൃംഗരാജ ആണെങ്കിലും നമ്മുടെ നെല്ലിക്കയുടെ നീരാണെങ്കിലും ഒക്കെ പേസ്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഇത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ഡോക്ടറെ പോയി കാണുക, ഇത് ഡയഗ്നോസ് ചെയ്യുക. സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് ആണെന്ന് തന്നെ ഉറപ്പ് വരുത്തുക. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. സെൽഫ് മെഡിക്കേഷൻ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ദിസ് ഇസ് ഡോക്ടർ റിൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.